ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 20. കുടുംബ കാര്യങ്ങൾ. എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. ഞാനും എൻ്റെ സഹോദരിയും സഹോദരനും ഞങ്ങൾ പാർക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ അങ്കിളിൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനായി യാത്രയായി. 90 വയസ്സുള്ള ഞങ്ങളുടെ മുത്തശ്ശിയെ കാണാനിടയ്ക്ക് ഞങ്ങൾ ഇറങ്ങി. മുത്തശ്ശി പക്ഷാഘാതം മൂലം തളർന്നു കിടക്കുകയായിരുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ടു. വലത് കൈക്ക് മാത്രമേ സ്വാധീനമുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മുത്തശ്ശിയുടെ കട്ടിലിന് ചുറ്റും നിൽക്കുമ്പോൾ അവൾ ആ വലത് കൈ നീട്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൈകൾ പിടിച്ചു. ഒന്നിനു മുകളിൽ ഒന്നായി മറ്റൊന്നായി ഞങ്ങളുടെ കൈകൾ അവളുടെ ഹൃദയത്തിന് മുകളിൽ വെച്ച് അവയെ തലോടി. വാക്കുകളില്ലാതെ ഈ ആംഗ്യത്തിലൂടെ ഞങ്ങളുടെ തകർന്നതും അകന്നു പോയതുമായ സഹോദര ബന്ധത്തെക്കുറിച്ച് കുടുംബകാര്യങ്ങൾ എൻ്റെ മുത്തശ്ശി സംസാരിച്ചു. ദൈവത്തിൻ്റെ കുടുംബമായ സഭയിലും നമുക്ക് കൂടുതൽ വേറിട്ടു പോകാൻ കഴിയും. നമ്മെ പരസ്പരം വേർപെടുത്താൻ കയ്പിനെ നാം അനുവദിച്ചേക്കാം. ഏശാവിനെ അവൻ്റെ സഹോദരനിൽ നിന്ന് വേർപ്പെടുത്തിയ കയ്പിനെക്കുറിച്ച് എബ്രായ ലേഖനക്കാരൻ പരാമർശിക്കുന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ കുടുംബത്തിൽ സഹോദരീ സഹോദരന്മാർ എന്ന നിലയിൽ പരസ്പരം മുറുകെ പിടിക്കാൻ അവൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. ഉത്സാഹിക്കുക എന്ന വാക്ക് ദൈവ കുടുംബത്തിലെ നമ്മുടെ സഹോദരീ സഹോദരന്മാരുമായി സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള മനഃപൂർവ്വവും തീരുമാനത്തോടെയുമുള്ള പ്രവൃത്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരം എല്ലാ ശ്രമങ്ങളും ഓരോരുത്തരും ഒരുത്തൻ ബാധകമാണ്. കുടുംബകാര്യങ്ങൾ നമ്മുടെ ഭൗമിക കുടുംബങ്ങൾ വിശ്വാസികൾ ചേരുന്ന ദൈവ കുടുംബവും പരസ്പരം മുറുകെ പിടിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നാം എല്ലാവരും നടത്തേണ്ടതല്ലേ? ചിന്തിക്കുക. ദൈവത്തിൻ്റെ കുടുംബത്തിൽ എല്ലാവരുമായും സമാധാനത്തിൽ വസിക്കാൻ എല്ലാ ശ്രമവും നടത്തുന്നതിൻ്റെ അർത്ഥം എന്താണ്? അനുരഞ്ജനത്തിനായി നിങ്ങൾ സമീപിക്കേണ്ട ഒരു പ്രത്യേക വ്യക്തിയുണ്ടോ? ദൈവത്തിന് മഹത്വം.